അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സമൂഹത്തിൽ ദുർബലരായ ആളുകളോട് വളരെയധികം കരുണയോടുകൂടെയും ശ്രദ്ധയോടുകൂടെയും നമ്മൾ പെരുമാറേണ്ടതുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു കഥ കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി. ആ കഥ ഏകദേശം 25 ലക്ഷം രൂപയുടെ അവാർഡിന് അർഹമായിട്ടുള്ള ഒരു കഥയാണ്. ബ്രസീലിലൊക്കെ ഉള്ള ഒരു എഴുത്തുകാരനാണ് ആ കഥ എഴുതിയിട്ടുള്ളത്. ഒരു മത്സരത്തിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു കഥയാണത്. ആ മത്സരത്തിൻ്റെ നിബന്ധന തന്നെ എന്താണ്? 10 വാചകങ്ങളിൽ കൂടാൻ പാടില്ല കഥ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കുറഞ്ഞ വാചകങ്ങളിൽ ഒരു വലിയ ആശയത്തെ സമർത്ഥിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ കഥയുടെ ഒരു പ്രത്യേകത. കഥയൊരുക്കം ഇതാണ്: ഒരാളൊരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയാണ്. ആ സമയത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫ്ലാറ്റിലെ 8ാം നിലയിലെ വരാന്തയിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണും. അപ്പോൾ ആ കുട്ടി ഇയാളെ കണ്ടപ്പോൾ, ദൂരെ നിന്ന് കണ്ടപ്പോൾ, അവൻ്റെ വിരലുകൾ ചുരുട്ടിപ്പിടിച്ച് ഒരു തോക്കിൻ്റെ രൂപത്തിലാക്കിയിട്ട് അയാളെ വെടിവെക്കുന്നത് പോലെ ഒരാക്ഷൻ കാണിച്ചു. അപ്പോൾ അയാൾ അതിനോട് പ്രതികരിക്കുക എന്നുള്ളതൊക്കെ അയാൾ എന്ത് ചെയ്തു? ആ വെടിവെച്ച ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്തു? വീഴുന്ന പോലെ അഭിനയിച്ചു. ആ വെടി കൊണ്ട് പിടയുന്ന പോലെ അഭിനയിച്ചു. അപ്പോൾ കുട്ടിക്ക് അതൊരു ഹരമായി. പിറ്റേ ദിവസവും അതേ സമയത്ത് അയാൾ ബസ് കാത്തു നിൽക്കുമ്പോൾ ഈ കുട്ടി ആ ഫ്ലാറ്റിൻ്റെ അരികിൽ വന്നു. ഇതേപോലെ ആ കുട്ടി ചെയ്തു. അപ്പോഴും അയാൾ അത് ആവർത്തിച്ചു. പിറ്റേ ദിവസം ഒരു പരീക്ഷണാർത്ഥം അയാൾ എന്ത് ചെയ്തു? തിരിച്ച് അവനെ വെടിവെക്കുന്ന പോലെ വിരലുകൾ ചുരുട്ടിപ്പിടിച്ച് അയാൾ ആക്ഷൻ കാണിച്ചു. അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു വെച്ചാൽ, കുട്ടി ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് വെടികൊണ്ട് വീഴുന്നവനെ പോലെ താഴത്തേക്ക് വീണു. താഴെ വീണു ചോരയിൽ കുതിർന്ന് കിടക്കുമ്പോൾ അയാൾ വളരെ ആശ്ചര്യത്തോടെയും ഭയത്തോടു കൂടെയും ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ് രംഗം. അപ്പോൾ സത്യത്തിൽ എന്താണ് ഈ കഥയിലുള്ള ഒരാശയം എന്നുള്ളതാണ്. അതിന് വ്യാഖ്യാനിക്കപ്പെടുന്നത് കുട്ടി ഒരു ദുർബലനാണ്, നിഷ്കളങ്കനാണ്. അപ്പോൾ ദുർബലരായ ആളുകളെ നമ്മൾ ആക്രമിക്കുകയോ പീഡിപ്പിക്കുകയോ ഒന്നും വേണ്ട. ഒരക്രമത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിൻ്റെയോ എന്തെങ്കിലും ഒരു ആംഗ്യം കാണിച്ചാൽ പോലും അതവരെ വളരെ ശക്തമായി സ്വാധീനിക്കപ്പെടും എന്നാണ് ആ കഥൻ്റെ ഒരു ആശയമായിട്ട് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും ദുർബലരായ ആളുകളോട് പെരുമാറുമ്പോൾ അവരുടെ ആ നിഷ്കളങ്കതയും ബുദ്ധിയില്ലായ്മയും ഒക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം അവരോട് നമ്മൾ വാത്സല്യത്തോടെയും സ്നേഹത്തോടുകൂടെയും കരുതലോടുകൂടെയും ആയിരിക്കണം പെരുമാറേണ്ടത് എന്നതാണ് ഈ കഥയിലെ ഒരു സന്ദേശമെന്ന് പറയപ്പെടുന്നു. സത്യത്തിൽ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം എന്നത്, നമ്മൾ ഏതൊരു കാര്യത്തെ നമ്മൾ സമീപിക്കുമ്പോഴും നമ്മളതിനെ നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വളരെ ആലോചിച്ചും ശ്രദ്ധയോടുകൂടെയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും അതിൻ്റെ ഭവിഷ്യത്തുകളെയും എല്ലാം ആലോചിച്ചു തന്നെയാണ് നമ്മൾ ഏതൊരു കാര്യത്തോടും പെരുമാറേണ്ടത് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളും നമ്മൾ അനുഭവിക്കുന്ന ഖേദങ്ങൾക്കും ദുഃഖങ്ങൾക്കും എല്ലാം കാരണമായി തീരുന്നത് പലപ്പോഴും നമ്മുടെ അശ്രദ്ധമായ പെരുമാറ്റങ്ങളാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളൊരു വിശ്വാസി എന്ന നിലക്കും നമ്മുടെ ഏതൊരു സമീപനങ്ങളിലും ഒരു നന്മ, അതേപോലെ തന്നെ ഒരു ശ്രദ്ധ, ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനം എന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചന,
ഞാൻ അങ്ങനെ ചെയ്താൽ എന്തുണ്ടാകും എന്നതിനെക്കുറിച്ച്, അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ളൊരു ഓർമ്മ, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവേകത്തോടുകൂടെയും ആലോചനയോടുകൂടെയും താൻ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ആലോചിച്ചും തന്നെ നമ്മുടെ ഏതൊരു സമീപനങ്ങളെയും ശരിയാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.